പെരുമ്പാവൂരിലെയും കുന്നത്തുനാടിലെയും LDF സ്ഥാനാർത്ഥികളായ ബേസിൽ പോൾ, PV ശ്രീനിജൻ എന്നിവർ തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കടുത്ത മത്സരം നടക്കുന്ന പെരുമ്പാവൂരിൽ LDF തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്നു. വിദ്യാഭ്യാസ കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ ആളാണ് ബേസിൽ പോൾ. അഡ്വക്കേറ്റ് NC മോഹനൻ, രാകേഷ് കാവുങ്കൽ, KP ബാബു, PK രാജീവൻ, ജോയി ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പെരുമ്പാവൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവേശജലമായ സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് ബേസിൽ പോൾ അറിയിച്ചു. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ജനങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നു ചെല്ലുമ്പോൾ വളരെ ആവേശകരമായ സ്വീകരണമാണ് എല്ലാ പ്രദേശങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവരെന്നോട് നേരിട്ട് സംസാരിക്കുകയും ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാടിന് വലിയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് തരത്തിൽ തന്നെ ജനങ്ങൾ സംസാരിക്കുകയുണ്ട്. കുന്നത്തുനാടിന്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാതെ മുന്നേറ്റം കൈവരിച്ച MLA ആണ് PV ശ്രീനിജൻ. ഇത്തവണയും വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജോർജ് ഇടപ്പരുത്തി, രഞ്ജിത്ത് രത്നാകരൻ, പൗലോസ് മുടക്കുന്തല, KS അരുൺകുമാർ, KK ഏലിയാസ്, വർഗീസ് പാങ്കോട് തുടങ്ങി LDF നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് PV ശ്രീനിജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഞാൻ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷം കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ 2300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കുന്നത്തുനാടിൽ വിവിധ മേഖലകളിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ റോഡുകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, പാലങ്ങളുണ്ട്, വ്യവസായ സംരംഭങ്ങളുണ്ട്, ക്ഷേമ പദ്ധതികളുണ്ട്, കളിക്കളങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് വോട്ടർമാരെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ ആത്മവിശ്വാസം ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് നല്ല സ്വീകാര്യത തരുന്നുണ്ട്. മാത്രമല്ല, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അത്തരം വർഗീയ രാഷ്ട്രീയവും കോർപ്പറേറ്റ് രാഷ്ട്രീയവും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളോട് കൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു 3ാം LDF സർക്കാർ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലുടനീളം ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ലഭിക്കുന്നത്. ആ സ്വീകാര്യത തന്നെ കുന്നത്തുനാട്ടിലും ലഭിക്കുന്നുണ്ട്. എൻ്റെ ആശയങ്ങളല്ല ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങളും അവർ നൽകുന്ന നിവേദനങ്ങളും അവർ തന്ന വികസന കാഴ്ചപ്പാടുകളുമാണ് ഞങ്ങളുടെ സർക്കാർ, LDF സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയില്ല. അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് മാത്രമാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ വഹിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുമ്പുള്ള 10 വർഷക്കാലം കുന്നത്തുനാടിനെ സംബന്ധിച്ച് യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കാതെ പോയ 10 വർഷങ്ങളാണ്. അപ്പോൾ ഈ 2021 മുമ്പുള്ള കുന്നത്തുനാടും 2021 ശേഷമുള്ള കുന്നത്തുനാടും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തുമ്പോൾ അത് LDF സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് മികച്ച വിജയം നേടിത്തരുന്നതിന് സഹായകരമാവും. പ്രതീക്ഷയല്ല, വിജയിക്കും. താങ്ക് യു. LDF അനുകൂലികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇരുവരും ഒറ്റക്കെട്ടായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ എത്തിയത്. വളരെ വാശിയേറിയൊരു മത്സരമാണ് പെരുമ്പാവൂരിൽ നടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പെരുമ്പാവൂർ. എന്നാലും ഇടതുപക്ഷം തന്നെ ജയിക്കുമെന്നാണ് PV ശ്രീനിജനും ബേസിൽ പോളും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടു കൂടി തന്നെ ഉറച്ച തീരുമാനത്തിലാണ് അവരത് പറഞ്ഞത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.